ഹായ് ഡിയേഴ്സ്, വെൽക്കം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6th സ്റ്റാൻഡേർഡിലെ യൂണിറ്റ് 4 വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറയുന്നതിൽ സെക്കൻഡ് ചാപ്റ്റർ ക്ലവർ കാർല. ഹിയർ ഈസ് എ ഷോർട്ട് പ്ലേ ഓഫ് എ ഫാമർ ഹു ട്രൈസ് ടു സെൽ ഹിസ് പ്രോഡക്ട്സ്. റീഡ് ഇറ്റ് ആൻഡ് എൻജോയ്. ഇവിടെ പറയുന്നത് ഒരു ഷോർട്ട് പ്ലേ. നമ്മുടെ ഈ ചാപ്റ്റർ ഒരു ഷോർട്ട് പ്ലേ ആണ്. പ്ലേ മീൻസ് നാടകം. ഓഫ് എ ഫാമർ. അപ്പോൾ ഇതിലെ ക്യാരക്ടേഴ്സ് ഒന്ന് ആരാണ്? എ ഫാമർ ഹു ട്രൈസ് ടു സെൽ ഹിസ് പ്രോഡക്ട്സ്. ഈ ഫാർമർ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ചാപ്റ്റർ. റീഡ് ഇറ്റ് ആൻഡ് എൻജോയ്. നമ്മോട് വായിച്ചിട്ട് മനസ്സിലാക്കാനാണ് പറയുന്നത്. ക്ലവർ കാർല. ക്ലവർ മീൻസ് ബുദ്ധിമതിയായ. അപ്പോൾ കാർല എന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്ററിലെ മറ്റൊരു കഥാപാത്രമാണ്. ഈ ഫാർമറുടെ മകളാണ് കാർല. അപ്പോൾ രണ്ട് ക്യാരക്ടേഴ്സിനെ കിട്ടിയില്ലേ, ഫാർമർ ആൻഡ് കാർല. അപ്പോൾ ക്ലവർ കാർല, ഇതാണ് നമ്മുടെ ടൈറ്റിൽ, ബുദ്ധിമതിയായ കാർല. ഇൻ ദ സിറ്റി ഓഫ് പാലേർമോ, ഇറ്റലി, there lived a poor man and his young daughter Carla. The farmer worked hard to cultivate fine grains and fresh vegetables, which he sold at a nearby market. Carla helped her father by വാട്ടറിങ് ദി പ്ലാന്റ്സ് ആൻഡ് കളക്ടിങ് ദി ഗ്രെയിൻസ്. എന്താണ് പറയുന്നത്? ഇൻ ദ സിറ്റി ഓഫ് പാലേർമോ, ഇറ്റലി. ഇറ്റലിയിലെ പാലേർമോ എന്ന് പറയുന്ന ഒരു സിറ്റിയിലെ അവിടെ ഒരു പുവർ ഫാർമർ ആൻഡ് ഹിസ് ഡോട്ടർ കാർല, ഒരു പാവപ്പെട്ട ഒരു ഫാർമർ, ഒരു കർഷകൻ താമസിച്ചിരുന്നു. ആൻഡ് ഹിസ് യങ് ഡോട്ടർ കാർല, അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മകൾ കാർലയും കൂടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ദ ഫാമർ വർക്ക്ഡ് ഹാർഡ് ടു കൾട്ടിവേറ്റ് ഫൈൻ ഗ്രെയിൻസ്. എന്താണ്? ഈ ഫാർമർ നല്ല വിളകൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് അധ്വാനം ചെയ്യുന്നയാളാണ്. ആൻഡ് ഫ്രഷ് വെജിറ്റബിൾസ്, കൂടെ തന്നെ എന്തുണ്ട്? നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളും കൂടെ അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. വിച്ച് ഹീ സോൾഡ് അറ്റ് എ നിയർ ബൈ മാർക്കറ്റ്. അദ്ദേഹം ഈ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സൊക്കെ കൊണ്ടുപോയി വിൽക്കുന്നത് അടുത്തുള്ള ഒരു മാർക്കറ്റിലാണ്. കാർല ഹെൽപ്ഡ് ഹെർ ഫാദർ ബൈ വാട്ടറിങ് ദ പ്ലാന്റ്സ്. മകളായ കാർല എന്താണ് ചെയ്യുന്നത്? തൻ്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? എങ്ങനെ? ബൈ വാട്ടറിങ് പ്ലാന്റ്സ്. ഈ പ്ലാന്റ്സിനൊക്കെ വെള്ളം നനച്ച് കൊടുത്തിട്ടും കൂടെ തന്നെ കളക്ടിങ് ദ ഗ്രെയിൻസ്, ധാന്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ കാർല ഹെൽപ്പ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ കാർല എന്ന് പറയുന്നത് ഒരു ഹെൽപ്പിംഗ് ഗേൾ ആണല്ലേ, അച്ഛനെ സഹായിക്കുന്ന, അച്ഛൻ്റെ ജോലിയിൽ അച്ഛനെ സഹായിക്കുന്ന ഒരു ഹെൽപ്പിംഗ് മൈൻഡ് സെറ്റുള്ള ഒരാളാണല്ലേ കാർല. ഓക്കെ, നമുക്കിനി ഈ പ്ലേയിലോട്ട് കിടക്കാം. ഈ നാടകമാകുമ്പോൾ നമുക്ക് ഓരോ സീൻ ബൈ സീനാണ് ഉണ്ടാവുക. സീൻ 1, സീൻ 2 അങ്ങനെ. അപ്പോൾ ഓരോ സീനിലും ഓരോ സ്ഥലങ്ങളായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിലെ സീൻ 1 നമുക്ക് നോക്കാം. വൺ ഡേ ദ ഫാർമർ ലോഡഡ് ഹിസ് വാഗൺ വിത്ത് ഗ്രെയിൻസ് ആൻഡ് ഹിച്ച്ഡ് അപ്പ് ഹിസ് ഓൺലി ഹോഴ്സ്. എന്താണ്? ഒരു ദിവസം ഫാർമർ ലോഡഡ് ഹിസ് വാഗൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സാധനങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകുന്ന ഉന്തുവണ്ടി. അദ്ദേഹം അതെല്ലാം നിറച്ചിട്ട് എന്തുകൊണ്ടാണ് നിറയ്ക്കുന്നത്? വിത്ത് ഗ്രെയിൻസ്. അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഗ്രെയിൻസ്, ധാന്യങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹം തൻ്റെ വണ്ടിയൊക്കെ നിറച്ച് മാർക്കറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. ആൻഡ് ഹിച്ച്ഡ് അപ്പ് ഹിസ് ഓൺലി ഹോഴ്സ്. ഈ കുതിരയും കൊണ്ട് തൻ്റെ സാധനങ്ങളെല്ലാം, വിൽക്കാനുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങാണ്. അപ്പോൾ നമ്മുടെ ഫാർമർ പറയാണ്, വിഷ് മീ ലക്ക് കാർല. മകളോട് പറയാണ്. നമ്മൾ പറയൂലേ, എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പം നമ്മൾ നല്ലത് വരട്ടെ എന്ന് ആശംസിക്കൂലേ, അതിന് അങ്ങനെ പറയാണ്. കാർലയോട് പറയണം, എനിക്ക് നല്ലത് വരാൻ ആശംസിക്കൂ കാർല. ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ് ആൻഡ് ഹോപ്പ് ടു റിട്ടേൺ ബിഫോർ ഡാർക്ക് വിത്ത് മൈ പോക്കറ്റ് ഫിൽഡ് വിത്ത് മണി. അല്ലേ, എന്താ പറയുന്നത്? ഞാൻ മാർക്കറ്റിലോട്ട് പോവാണ്, അതുപോലെ തന്നെ ഐ ഹോപ്പ്, ഞാൻ പ്രതീക്ഷിക്കുന്നു, ടു റിട്ടേൺ ബിഫോർ ഡാർക്ക്, നേരം ഇരുട്ടുന്നതിന് മുന്നേ എനിക്ക് തിരിച്ച് മടങ്ങി വരാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെ? വിത്ത് മൈ പോക്കറ്റ്സ് ഫിൽഡ് വിത്ത് മണി. എൻ്റെ പോക്കറ്റ് നിറയെ പണം നിറച്ചിട്ട് നേരം ഇരുട്ടുന്നതിന് മുന്നേ തിരിച്ചു വരാൻ എനിക്ക് സാധിക്കും എന്ന് എന്നെ ആശംസിക്കൂ എന്ന് കാർലയോട് പറയാണ്. അപ്പോൾ കാർല പോകുന്നില്ല കൂടെ. കാർലയെ അവിടെ ആക്കിയിട്ട് അച്ഛനായ ഫാർമർ തൻ്റെ പ്രൊഡക്ട്സ് വിൽക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ കാർല പറയാണ്, ഗുഡ് ലക്ക് പപ്പ. കാർല പപ്പയ്ക്ക് ഗുഡ് ലക്ക് വിഷ് ചെയ്യാനല്ലേ, ഗുഡ് ലക്ക് പപ്പ, നല്ലത് വരട്ടെ എന്ന് വിഷ് ചെയ്യാണ്. ഡു കം ബാക്ക് സൂൺ, പെട്ടെന്ന് തിരിച്ച് വരണേ എന്ന് പറയാണ്. ഐ വിൽ ഹാവ് ദ റെസ്റ്റ് ഓഫ് ദ ഗ്രെയിൻസ് കളക്റ്റഡ് ബൈ ദ ടൈം യു കം ബാക്ക്. കാർല പറയുന്നത് എന്താണ്? പപ്പ തിരിച്ചു വരുമ്പോഴേക്കും ബാക്കിയുള്ള ഗ്രെയിൻസ്, ധാന്യങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെക്കട്ടെ. പപ്പയെ സഹായിക്കുന്ന ഒരു മൈൻഡ് സെറ്റാന്ന് പറഞ്ഞില്ലേ നമ്മൾ ആദ്യം.
പപ്പ തിരിച്ച് വരുമ്പോഴേക്കും ബാക്കിയുള്ള ഗ്രെയിൻസൊക്കെ ഞാൻ എടുത്ത് കളക്ട് ചെയ്ത് വെക്കാം എന്ന് പറയാണല്ലേ. നമുക്കിവിടെ ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാവും കാർലതാ പപ്പക്ക് ഗുഡ് ലക്ക് വിഷ് ചെയ്തിട്ട് പപ്പയെ പറഞ്ഞയക്കുകയാണല്ലേ. ഇവിടെ ഈ ഫസ്റ്റ് സീനിലെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് സീൻ 2, രണ്ടാമത്തെ സീനാണ്. ഈ സീൻ എവിടെയാണ് നടക്കുന്നത്? ഇൻ ദ സ്ട്രീറ്റ്. സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്. കാർലയുടെ പപ്പ തൻ്റെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് പോയില്ലേ, അപ്പോൾ പോയി അവിടെ എത്തിയിട്ടുള്ള സീനാണ് നെക്സ്റ്റ് കാണിക്കുന്നത്. മെർച്ചൻ്റ്, ഇപ്പോൾ ഒരു കച്ചവടക്കാരൻ ഉണ്ട് മാർക്കറ്റിൽ, അപ്പോൾ അയാളാണ് ഈ മെർച്ചൻ്റ്. ഹേയ് വെയിറ്റ് മൈ ഗുഡ് ഫെല്ലോ. അപ്പോൾ ഈ മെർച്ചൻ്റ് നമ്മളെ ഫാർമറിനെ കണ്ടിട്ട് വിളിക്കുകയാണ്. ഹേയ് വെയിറ്റ് മൈ ഗുഡ് ഫെല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയൂലേ ഡിയർ ഫ്രണ്ട്, സഹോദര എന്നൊക്കെ വിളിക്കൂല, അപ്പോൾ അങ്ങനെ വിളിക്കുകയാണ്. ഹീ പിക്സ് അപ്പ് എ ഹാൻഡ് ഫുൾ ഓഫ് ഗ്രെയിൻ ആൻഡ് അഡ്മയേഴ്സ് ദം. അയാൾ നമ്മുടെ ഫാർമറുടെ വണ്ടിയിലുള്ള ഒരുപാട് ഗ്രെയിൻസ് ഉണ്ടല്ലോ ഈ ഉന്തുവണ്ടിയിൽ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഹാൻഡ്ഫുൾ, ഒരു കൈ നിറയെ എടുത്തിട്ട് നോക്കിയിട്ട് അത് ഇഷ്ടപ്പെടുകയാണ് ആൾക്ക്. അഡ്മയർ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു, പുകഴ്ത്തി പറയില്ല അതിനെ കുറിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അയാൾക്കത് ഇഷ്ടപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നു. യു ഡു ഫൈൻ വർക്ക്. എന്നിട്ട് മെർച്ചൻ്റ് നമ്മുടെ ഫാർമറിനോട് പറയാണ്, നിങ്ങൾ നന്നായിട്ട് പണിയെടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നു എന്ന് പറയണത്. അതായത് ആ ഗ്രെയിന് കാണുമ്പോൾ അയാൾക്ക് തോന്നുകയാണ് നല്ല ധാന്യമെന്ന്. അപ്പോൾ നല്ല രീതിയിൽ അധ്വാനിച്ച് പണിയെടുക്കുമ്പോഴല്ലേ നല്ല ധാന്യം കിട്ടുള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് പറയാണ്, നിങ്ങൾ നന്നായിട്ട് പണിയെടുക്കുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാണ്. വെരി ഫൈൻ ഇൻഡീഡ്. തീർച്ചയായും നല്ല രീതിയിൽ തന്നെയാണെന്ന് പറയുന്നു. ഹി ലുക്സ് അറ്റ് ദ ഫാർമർ വിത്ത് എ സ്ലൈ ഗ്രീൻ. എന്നിട്ട് അദ്ദേഹം ഫാർമറിനെ നോക്കിയിട്ട് ഒരു ചെറിയ ചിരി ചിരിക്കുന്നുണ്ട്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ ചിരി. ഹൗ മച്ച് ഫോർ എവറിത്തിങ്. എന്നിട്ട് മെർച്ചൻ്റ് ചോദിക്കുകയാണ്, എന്ത് ഇതെല്ലാത്തിനും കൂടെ എത്രയാണ്? ഹൗ മച്ച് ഫോർ എവറിത്തിങ്, എല്ലാത്തിനും കൂടെ ടോട്ടൽ എത്രയാണ്? ഫാർമർ, ഈ ഫാർമറാണ് നമ്മുടെ കാർലയുടെ ഫാദർ. ഓക്കെ. 20 കോപ്പർ പീസസ് ഫോർ എവറിത്തിങ്. അപ്പോൾ 20 ചെമ്പ് നാണയമാണ് എല്ലാത്തിനും കൂടെ. മെർച്ചൻ്റ്, ഇറ്റ്സ് എ ഡീൽ. അപ്പോൾ മെർച്ചൻ്റ് പറയാണ്, ഓക്കെ ഇത് ഉറപ്പിക്കാം, ഡീൽ ആക്കാം. ഹിയർ ഈസ് ദ മണി. എന്നിട്ട് ഇതാ പൈസ ഇതാ എന്ന് പറഞ്ഞിട്ട് കൈ നീട്ടാണ്. ദ മെർച്ചൻ്റ് ക്ലൈംസ് ഓൺ ടു ദ വാഗൺ, സീറ്റ്സ് ഹിംസെൽഫ് നെക്സ്റ്റ് ടു ദ ഫാർമർ. എന്നിട്ട് പൈസ നീട്ടിക്കൊണ്ട് അയാൾ പെട്ടെന്ന് ഈ ഉന്തുവണ്ടിയിലേക്ക് ചാടിക്കയറുന്നു. എന്നിട്ട് നമ്മുടെ ഫാർമറിൻ്റെ അടുത്ത് ഇരിക്കുന്നു. നൗ സ്റ്റെപ്പ് ഡൗൺ ആൻഡ് ബി യുവർ വേ. എന്നിട്ട് മെർച്ചൻ്റ് നമ്മുടെ ഫാർമറിനോട് പറയാണ്, ഇനി നിങ്ങൾ ഇറങ്ങിക്കോളൂ, എന്നിട്ട് നിങ്ങളുടെ വഴിക്ക് പോയിക്കോളൂ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഫാർമറിനെ ചതിക്കായിരുന്നല്ലേ ഈ മെർച്ചൻ്റ്. നമുക്ക് നോക്കാം. ഫാർമർ, വാട്ട് ഈസ് ദിസ്. അപ്പോൾ നമ്മുടെ ഇതൊന്നും അറിയാതെ നമ്മുടെ ഫാർമർ ചോദിക്കുകയാണ്, ഏയ് എന്താണിത് എന്ന് ചോദിക്കുകയാണ്. കം നൗ മൈ ഡിയർ ഫെല്ലോ, ലെറ്റ് ഇസ് നോട്ട് ആർഗ്യൂ. എന്നിട്ട് പറയാണല്ലേ മൈ ഡിയർ ഫെല്ലോ, അപ്പോഴും വിളിക്കുന്നതാണ് ഡിയർ ഫ്രണ്ട് എന്ന രീതിയിലാണല്ലേ. ഡിയർ ഫ്രണ്ട്, നോട്ട് ആർഗ്യൂ, നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ല. യു ഡിഡ് അഗ്രി ടു സെൽ മീ എവറിത്തിങ് ഡിഡിൻ യു. നിങ്ങൾ എനിക്ക് ഇതെല്ലാം വിൽക്കാം എന്ന് ഉറപ്പിച്ചതല്ലേ. അഗ്രി എന്ന് പറഞ്ഞാൽ സമ്മതിച്ചതല്ലേ. പിന്നെ എന്താണ് ഡിഡിൻ യു, നിങ്ങൾ സമ്മതിച്ചതല്ലേ. അപ്പോൾ ഫാർമർ പറയാണ്, അതെ പക്ഷേ. അപ്പോൾ മെർച്ചൻ്റ് എന്താ പറയുന്നത്? ഐ ടേക്ക് അറ്റ് യുവർ വേർഡ്, എവറിത്തിങ് ഇൻക്ലൂഡ്സ് യുവർ വാഗൺ ആൻഡ് യുവർ ഹോസ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ എവറിത്തിങ് എന്നതിൽ എന്തൊക്കെ പെടും? ഈ വാഗൺ, ഈ വണ്ടിയും അതുപോലെ തന്നെ നിങ്ങളുടെ കുതിര ഹോസും പെടും. അപ്പോൾ അയാൾ എവറിത്തിങ് മേലെ ചോദിച്ചിട്ടില്ലേ, ഹൗ മച്ച് ഫോർ എവറിത്തിങ്, എല്ലാത്തിനും കൂടെ എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ അയാൾ എന്താണ് എല്ലാത്തിനും കൂടെ എന്ന് ഉദ്ദേശിച്ചത്? കുതിരയും ഈ വണ്ടിയും ഗ്രെയിനും എല്ലാം പാടെയാണ്. പക്ഷെ നമ്മുടെ ഫാർമർ വിചാരിച്ചത് ഈ ഗ്രെയിൻ മാത്രമാണ് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, എവറിത്തിങ് ഇൻക്ലൂഡ്സ് യുവർ വാഗൺ ആൻഡ് യുവർ ഹോസ്. ഈ എവറിത്തിങ് എന്ന് പറയുമ്പോൾ ഇതിൽ ഈ വാഗൺ, ഈ വണ്ടിയും അതുപോലെ തന്നെ ഈ കുതിരയും എല്ലാം പെടും. ആഫ്റ്റർ ഓൾ എ ഡീൽ ഈസ് എ ഡീൽ. എന്നിട്ട് പറയാണ്, എന്തൊക്കെ പറഞ്ഞാലും ഒരു ഡീൽ ഉറപ്പിച്ചാൽ അത് ഡീലാണ്. ഇഫ് യു ഡോണ്ട് അഗ്രി വിത്ത് മീ, നിങ്ങൾ എന്നോട് യോജിക്കുന്നില്ലെങ്കിൽ, വി വിൽ ഗോ ബിഫോർ ദ ജഡ്ജ്, നമുക്കൊരു ജഡ്ജിൻ്റെ അടുത്തേക്ക് പോവാം. ദർ ഈസ് വൺ ജസ്റ്റ് ഡൗൺ ദ സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റിന് താഴെ ഒരു ജഡ്ജ് ഉണ്ട് എന്ന് മെർച്ചൻ്റ് ഫാർമറിനോട് പറയുകയാണല്ലേ. അപ്പോൾ ഇതാണ് സെക്കൻഡ് സീൻ വരുന്നത്. സീൻ 1 കാർല ഗുഡ് ലക്കൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റിലേക്ക് പറഞ്ഞേക്കാണല്ലേ. അങ്ങനെ സീൻ 2 ഫാർമർ മാർക്കറ്റിലെത്തിയപ്പോൾ ഒരു മെർച്ചൻറ്റിനെ കണ്ടുമുട്ടാണ്. അങ്ങനെ ഈ മെർച്ചൻറ്റ് ഹൗ മച്ച് ഫോർ എവറിത്തിങ്, എല്ലാത്തിനും പാടെ എത്രയാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 20 കോപ്പർ പീസസ് ഫോർ എവറിത്തിങ് എന്ന് ഫാർമർ മറുപടി പറയുന്നുണ്ട്. അങ്ങനെ അയാൾ പറയുന്നത് എവറിത്തിങ് എന്ന് പറയുമ്പോൾ ഈ ഹോസും വാഗണും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അവരൊരു ആർഗ്യൂ, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വർത്തമാനം പറയുന്ന രീതിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ അയാൾ പറയുന്നത് എന്താണ്, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ജഡ്ജിൻ്റെ അടുത്ത് പോകാം, ഇവിടെ താഴെ തന്നെ ഒരു ജഡ്ജ് ഉണ്ട്, അവിടെ പോവാം എന്ന് പറയുകയാണല്ലേ. ഇവിടെ ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും.
ഇവിടെ ഈ ഹോഴ്സിൻ്റെ വണ്ടിയിൽ ഇരിക്കുന്ന ഇതാണ് നമ്മുടെ ഫാർമർ, അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ മെർച്ചൻ്റ് അല്ലേ. ഇനി സീൻ 3, മൂന്നാമത്തെ സീനാണ്. മൂന്നാമത്തെ സീൻ എവിടെയാണ് നടക്കുന്നത്? ഇൻ ദ കോർട്ട്, കോടതിയിൽ അല്ലേ. അവർ ജഡ്ജിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ രണ്ടുപേരും കൂടെ ജഡ്ജിൻ്റെ അടുത്ത് പോയി അവിടെ ഈ കോടതിയിലാണ് മൂന്നാമത്തെ സീൻ കാണിക്കുന്നത്. ജഡ്ജ് എന്താ പറയുന്നത്? ഡിഡ് യു അഗ്രി ടു സെൽ എവറിത്തിങ്? നിങ്ങൾ എവറിത്തിങ് എന്ന് പറയുമ്പം എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമ്മതിച്ചതാണോ? ഫാർമറിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഫാർമർ പറയാണ് വെൽ യെസ് ബട്ട്, അതെ ഞാൻ സമ്മതിച്ചതാണ്. പക്ഷേ ഫാർമർ കള്ളത്തരം എന്ന് പറയുന്നില്ലല്ലേ. ഫാർമർ ഒരു സത്യസന്ധനായ മനുഷ്യനാണ് അല്ലേ, അത് നമുക്കവിടെ കാണാൻ പറ്റും. കാരണം സത്യം പറയുന്നില്ലേ, ഞാൻ സമ്മതിച്ചതാണ് അല്ലേ. അപ്പോൾ ജഡ്ജ് ചോദിക്കുകയാണ് ദെൻ എ ഡീൽ ഈസ് എ ഡീൽ. അങ്ങനെയാണെങ്കിൽ ഒരു ഡീൽ എന്ന് പറഞ്ഞാൽ ഡീലാണ്. ആൻഡ് യു മസ്റ്റ് ഡു ആസ് യു അഗ്രീഡ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. ഡീൽ ചെയ്തതല്ലേ, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും കൊടുത്തേ പറ്റൂ എന്നാണ് പറയുന്നത്. ദ ഫാമർ വാക്സ് ബാക്ക് ഹോം. അങ്ങനെ ഫാർമർ ഈ ഡീൽ ഉറപ്പിച്ചു. ജഡ്ജി ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഫാർമർ തിരിച്ച് വീട്ടിലോട്ട് മടങ്ങാണ്. വിത്ത് ദ ക്രൂവൽ മെർച്ചൻസ് ലോഫ്സ് റിങ്ങിങ് ഇൻ ഹിസ് ഇയേഴ്സ്. അപ്പോൾ നടക്കുന്ന വഴിയിലുടനീളം അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ആ ക്രൂവൽ മെർച്ചൻറ്റിൻ്റെ ഒരു ചിരിയുടെ ശബ്ദം ഇങ്ങനെ കാതിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. വെൻ ഹി ഗെറ്റ്സ് ഹോം, അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഹി എക്സ്പ്ലെയിൻസ് എവറിത്തിങ് ടു കാർല ജസ്റ്റ് ആസ് ഇറ്റ് ഹാപ്പൻഡ്. എന്താണോ സംഭവിച്ചത് അത് ആ സംഭവിച്ച പോലെ തന്നെ കാർലയോട് എല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ കാർല പറയാണ് വാട്ട് എ ഗ്രീഡി ഓൾഡ് മാൻ. എന്തൊരു ആർത്തിയുള്ളൊരു മനുഷ്യനാണല്ലേ അദ്ദേഹം എന്ന് കാർല പറയാണ്. ഗ്രീഡി എന്ന് പറഞ്ഞാൽ അത്യാർത്തി. ബട്ട് ഡോണ്ട് വറി പപ്പ. പക്ഷേ കാർല പപ്പയെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഡോണ്ട് വറി പപ്പ വിഷമിക്കൊന്നും വേണ്ടല്ലേ. ഐ ഹാവ് എൻ ഐഡിയ. എനിക്കൊരു ഐഡിയ ഉണ്ട്. ഏർലി ദ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ കാർല സെലക്റ്റഡ് എ ബാസ്ക്കറ്റ് ഫുൾ ഓഫ് ബെസ്റ്റ് റൈപ്പ് വാട്ടർമെലൻസ്. കാർല എന്ത് ചെയ്തു? രാവിലെ തന്നെ ഏർലി മോർണിംഗ് തന്നെ ഒരു ബാസ്ക്കറ്റ് നിറയെ ബെസ്റ്റ് നല്ല റൈപ്പ് പഴുത്ത വാട്ടർമെലൻസ് തണ്ണിമത്തൻ എടുത്ത് ദാറ്റ് ദ ഫാമർ ഹാഡ് എവർ മെയ്ഡ്. ഇതുവരെ ഉണ്ടാക്കിയതിൽ വെച്ച് ബെസ്റ്റായിട്ടുള്ള ഏറ്റവും പഴുത്ത നല്ല കുറച്ച് തണ്ണിമത്തൻ എടുത്ത് കാർല ബാസ്ക്കറ്റിലാക്കി അല്ലേ. ലെറ്റ് മീ ട്രൈ മൈ ലെക്ക് അറ്റ് സെല്ലിങ് ദീസ്. ഞാനിത് കൊണ്ടുപോയി വിറ്റിട്ട് എൻ്റെ ഭാഗ്യം ഒന്ന് പരീക്ഷിക്കട്ടെ എന്ന് പപ്പയോട് പറയാണ്. അപ്പോൾ ഇവിടെ ഇനി കാർലയാണ് മാർക്കറ്റിലേക്ക് പോകുന്നത് അല്ലേ. നേരത്തെ പപ്പയല്ലേ പോയത്, അപ്പോൾ ഇനി കാർലയാണ് പോകുന്നത്. കാർല പപ്പയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ കുറച്ച് തണ്ണിമത്തൻ ബാസ്ക്കറ്റിലാക്കിയിട്ട് മാർക്കറ്റിലോട്ട് പോവുകയാണ്. ഇനി നെക്സ്റ്റ് സീൻ 4 എവിടെയാണ്? ഇൻ ദ സ്ട്രീറ്റ്. വീണ്ടും സ്ട്രീറ്റിൽ, മാർക്കറ്റിൽ തന്നെയാണ് അല്ലേ. ഇവിടെ മാർക്കറ്റിൽ ഇപ്പോൾ ആരാണുള്ളത്? നമ്മുടെ കാർലയാണല്ലേ മാർക്കറ്റിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ സീൻ 4 എന്താ നടക്കുന്നത് നോക്കാം. മെർച്ചൻറ്റ് യങ് ലേഡി യു ലുക്ക് ടയേർഡ് പെർഹാപ്സ് ഐ ക്യാൻ ഹെൽപ്പ് യു. അപ്പോൾ ഒരു മെർച്ചൻറ്റ് കാർലയെ കണ്ടുമുട്ടുന്നുണ്ടല്ലേ. മെർച്ചൻറ്റ് എന്താ പറയുന്നത്? യങ് ലേഡി യു ലുക്ക് ടയേർഡ്. അപ്പോൾ കാർലയോട് പറയുന്നത് എന്താണ്? യു ലുക്ക് ടയേർഡ്, നിന്നെ കണ്ടിട്ട് ക്ഷീണിതയായിട്ട് തോന്നുന്നുണ്ട് എന്ന് പറയാണ്. പെർഹാപ്സ് ഐ ക്യാൻ ഹെൽപ്പ് യു, ഒരു പക്ഷേ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിഞ്ഞേക്കാം എന്ന് പറയാണ്. അപ്പോൾ ഈ മെർച്ചൻ്റ് ആരാണ്? നേരത്തെ കാർലയുടെ അച്ഛനെ ചതിച്ച ആ വണ്ടിയും കുതിരയും ഒക്കെ കൈക്കലാക്കിയ അതേ മെർച്ചൻ്റ് തന്നെയാണ് ഇതും. അപ്പോൾ കാർല പറയാണ് എന്ത്? ദാറ്റ് വുഡ് ബി വെരി നൈസ് ഇൻഡീഡ്. എങ്കിൽ അതൊരു നല്ല കാര്യമാണല്ലോ. എന്താണ്? ഞാൻ സഹായിക്കാം എന്ന് പറയുമ്പം ഓക്കെ അത് നല്ലൊരു കാര്യമാണല്ലോ എന്ന് കാർല പറയാണ്. ഷീ ഹോൾഡ്സ് ഔട്ട് എ പെയർ ഓഫ് വാട്ടർമെലൻ. അങ്ങനെ കാർല ഒരു പെയർ ഓഫ് വാട്ടർമെലൻ, പെയർ എന്ന് പറഞ്ഞാൽ 2 അല്ലേ. അപ്പോൾ 2 വാട്ടർമെലൻ കയ്യിൽ പിടിച്ചു. അപ്പോൾ ഇവിടെ ഈ പിക്ചർ കണ്ടില്ലേ താഴെ? ഇതാണ് കാർല, ഇതാണ് നമ്മുടെ മെർച്ചൻറ്റ്. കയ്യിലിതാ എ ബാസ്ക്കറ്റ് ഓഫ് റൈപ്പ് വാട്ടർമെലൻസും ഉണ്ട്. അപ്പോൾ മെർച്ചൻറ്റ് പറയാണ് ഹൗ മച്ച് ഫോർ എവറിത്തിങ്. നേരത്തെ അച്ഛനോട് ചോദിച്ച അതേ ചോദ്യം തന്നെ അല്ലേ. ഹൗ മച്ച് ഫോർ എവറിത്തിങ്, എല്ലാത്തിനും പാടെ കൂടിയിട്ട് എത്രയാണ്? ഹി ഗ്രിൻസ് സ്ലൈലി, ഒരു ചെറിയ ചിരിക്കുന്നു. തിങ്കിങ് ഹീ ക്യാൻ മേക്ക് അനദർ ഗുഡ് ഡീൽ ഫോർ ഹിംസെൽഫ്. അയാൾ സ്വയം ചിന്തിക്കുകയാണ് എന്ത് വേറെ നല്ലൊരു ഡീല് അയാൾക്ക് കിട്ടും എന്നുള്ളത്. നേരത്തെ പറ്റിച്ചതുപോലെ തന്നെ കാർലയെയും പറ്റിച്ചിട്ട് നല്ലൊരു ഡീൽ ഉണ്ടാക്കാം എന്നയാൾ ചിന്തിക്കുകയാണ്. കാർല ഹൗ മച്ച് വിൽ യു ഗിവ് മീ. അപ്പോൾ കാർല എന്നാ തിരിച്ച് ചോദിച്ചത് നിങ്ങൾ എനിക്ക് എത്ര തരും? ദ മെർച്ചൻറ്റ് ടേക്സ് 3 കോപ്പർ കോയിൻസ് ഇൻ ഹിസ് ഹാൻഡ്. എന്നിട്ട് മെർച്ചൻറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ 3 ചെമ്പ് നാണയം എടുത്തു. മെർച്ചൻറ്റ് ദീസ് ആർ ഡിഫിക്കൽട്ട് ടൈംസ് ലേഡി. എന്നിട്ട് പറയാണ് ഇത് പൈസക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഡിഫിക്കൽട്ട് ടൈംസ് എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള സമയം, പൈസക്കൊക്കെ ക്ഷാമമുള്ളൊരു സമയമാണ്. ദിസ് ഈസ് ഓൾ ഐ ക്യാൻ ഓഫർ. ഇതാണ് എൻ്റെ കയ്യിലുള്ളതെല്ലാം. അപ്പോൾ കാർല ചോദിക്കുകയാണ് എവറിത്തിങ് ഇൻ യുവർ ഹാൻഡ്, നിങ്ങളെ കയ്യിലുള്ളത് എല്ലാം ഇതാണോ?
മെർച്ചൻ്റ് പറയുന്നുണ്ട് യെസ് സെർട്ടൻലി, അതെ തീർച്ചയായിട്ടും എൻ്റെ കയ്യിലുള്ളത് എല്ലാം ഇത് മാത്രമാണ്. കാർല ദെൻ ഇറ്റ് ഈസ് എ ഡീൽ, ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതൊരു ഡീൽ ആക്കാം. ഷീ ഹോൾഡ്സ് ഔട്ട് ഹെർ ഹാൻഡ് ഫോർ പേയ്മെൻറ്റ്, അവൾ അവളുടെ കൈ നീട്ടി. ദ മെർച്ചൻ്റ് ഗ്രീൻസ് സ്ലൈലി, അപ്പോൾ ഈ മെർച്ചൻ്റ് നേരത്തെ പോലെ തന്നെ ചെറിയൊരു ചിരി ചിരിക്കുന്നുണ്ട്, അതൊരു കള്ളത്തരത്തിൻ്റെ ചിരിയാണ്. ആൻഡ് സ്ലൈഡ്സ് ദ കോയിൻസ് ഇൻ ടു ഹെർ ഹാൻഡ്സ്, എന്നിട്ട് അവളുടെ കയ്യിലേക്ക് ആ 3 ചെമ്പ് നാണയങ്ങൾ കൊടുത്തു. കാർല അപ്പോൾ കാർല പറയാണ് ഓ താങ്ക് യു, അപ്പോൾ പൈസ കിട്ടിയതിന് താങ്ക് യു പറഞ്ഞു. ആൻഡ് ഐ സീ ദാറ്റ് യു ഹാവ് 3 ലവ്ലി റിങ്സ്, അപ്പോൾ എന്താ പറയുന്നത്, കാർല പറയാണ് ഞാൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് 3 ലവ്ലി റിങ്സ്, 3 റിങ്സ് നിങ്ങളെ കയ്യിലുണ്ട്. ഐ വിൽ ഹാവ് ദം ആസ് വെൽ, എനിക്ക് അതും കൂടെ വേണം. താങ്ക് യു, ദേ ആർ വെരി കളർഫുൾ, അത് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള 3 റിങ്സ് നിങ്ങളെ കയ്യിലുണ്ട്, അതും കൂടെ എനിക്ക് വേണം എന്ന് കാർല പറയാണ്. അപ്പോൾ മെർച്ചൻ്റ് പറയാണ് വാട്ട് യു മസ്റ്റ് ബി ക്രേസി, എന്ത് യു മസ്റ്റ് ബി ക്രേസി, ക്രേസി എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്, നിനക്ക് ഭ്രാന്താണ് എന്ന് പറയാണ്. അപ്പോൾ കാർല പറയാണ് ബട്ട് യു ഹാഡ് അഗ്രീഡ് ടു ഗിവ് മീ എവറിത്തിങ് ഇൻ യുവർ ഹാൻഡ് ഡിഡിൻ യു. അപ്പോൾ കാർല എന്താ തിരിച്ച് ചോദിക്കുന്നത്, നിങ്ങളെ കയ്യിലുള്ളത് എല്ലാം, എവറിത്തിങ് ഇൻ യുവർ ഹാൻഡ്, നിങ്ങളെ കയ്യിലുള്ളത് എല്ലാം തരുമെന്ന് ഡീൽ ഉറപ്പിച്ചതല്ലേ, ഡിഡിൻ യു, നിങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ലേ. ആൻഡ് റിമെമ്പർ എ ഡീൽ ഈസ് എ ഡീൽ, എന്നിട്ട് ഓർക്കണം എ ഡീൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഡീൽ തന്നെയാണ്. ഇത് തന്നെയാണ് നേരത്തെ കാർലയുടെ അച്ഛനോട് ഇതേ മെർച്ചൻ്റ് പറഞ്ഞതല്ലേ. അപ്പോൾ കാർല തിരിച്ച് അതുപോലെ തന്നെ പറയാണ് ജസ്റ്റ് ദ വേ യു ഹാഡ് എ ഡീൽ വിത്ത് മൈ ഫാദർ ദ അതർ ഡേ. അപ്പോൾ കാർല പറയുന്നത് എന്താണ്, അന്നൊരിക്കൽ എൻ്റെ അച്ഛനോട് പറഞ്ഞതുപോലെ തന്നെ ഡീൽ എന്ന് പറഞ്ഞാൽ ഡീൽ തന്നെയാണ്. അപ്പോൾ മെർച്ചൻ്റ് ഓ നോ, റിലക്റ്റൻ്റ്ലി ഹി റിമൂവ്സ് ദ റിങ്സ് ആൻഡ് ഗീവ്സ് ദം ടു കാർല. അങ്ങനെ അയാൾ മടിച്ചുകൊണ്ട് ഈ കയ്യിലെ 3 മോതിരം ഊരിയിട്ട് കാർലക്ക് കൊടുക്കുന്നു. ഹി വൈപ്സ് ഹിസ് ടിയേഴ്സ്, അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ തുടച്ചു മാറ്റി. വൈപ്സ് എന്ന് പറഞ്ഞാൽ തുടച്ചു മാറ്റിയ, ടിയേഴ്സ് കണ്ണുനീർ. ഷി സീസ് ഹിസ് ടിയേഴ്സ് ആൻഡ് റിട്ടേൺസ് ദ റിങ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ണുനീര് കണ്ടിട്ട് കാർലയ്ക്ക് ആ റിങ്സ് വാങ്ങാൻ തോന്നിയില്ല. അങ്ങനെ അവൾ ആ റിങ്സ് തിരിച്ചു കൊടുത്തു, തിരിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ നല്ലൊരു മനസ്സാണല്ലേ, ഒരാളുടെ കണ്ണുനീര് കണ്ടിട്ട് അത് കണ്ടിട്ട് സന്തോഷിക്കുന്നില്ല, അവൾ ആ റിങ് തിരിച്ച് കൊടുക്കുകയാണ്. കാർല ഐ ക്യാൻ ചീറ്റ് എനിബഡി ആസ് യു ഡിഡ്, നിങ്ങൾ ചെയ്ത പോലെ ഒരാളെയും എനിക്ക് ചതിക്കാൻ കഴിയില്ല. ചീറ്റ് എന്ന് പറഞ്ഞാൽ ചതിക്കുക. കാർലയുടെ അച്ഛനെ ചീറ്റ് ചെയ്തതല്ലേ നേരത്തെ, അങ്ങനെയാണല്ലോ നമ്മുടെ വാഗൺ, ആ വണ്ടിയും അതുപോലെ തന്നെ ഹോസും ഒക്കെ തട്ടിയെടുത്തത്. അതുപോലെ തന്നെ കാർല പറയാണ് അങ്ങനെ ഒരാൾ ചതിച്ച പോലെ എനിക്ക് ഒരാളെയും ചതിക്കാൻ കഴിയില്ല. മൈ ഫാദർ ടോട്ട് മീ നോട്ട് ടു ഹാം എനിബഡി, എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരാളെയും ഉപദ്രവിക്കരുത്, വേദനിപ്പിക്കരുത് എന്ന് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. ടേക്ക് യുവർ റിങ്സ് ബാക്ക്, ഇതാ നിങ്ങളുടെ റിങ്സ് തിരിച്ചെടുത്തോളൂ എന്ന് കാർല പറയാണ്. അച്ഛൻ ലുക്സ് അറ്റ് കാർല ഇൻ എ വണ്ടർ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഈ മെർച്ചൻ്റ് ഒരു അത്ഭുതത്തോടു കൂടി കാർലയെ നോക്കിക്കാണാണ് അല്ലേ. അപ്പോൾ അവിടെ എന്താണ് പറയുന്നത്, ഒരിക്കൽ കാർലയുടെ അച്ഛൻ മാർക്കറ്റിലോട്ട് പോയപ്പോൾ മാർക്കറ്റിൽ വെച്ചിട്ട് ഒരു മെർച്ചൻ്റ് കണ്ടുമുട്ടാണല്ലേ. എന്നിട്ട് ആ മെർച്ചൻ്റ് ഹൗ മച്ച് ഫോർ എവറിത്തിങ്, എല്ലാത്തിനും കൂടെ എത്രയാണെന്ന് ചോദിച്ചിട്ട് തൻ്റെ കയ്യിലുള്ള ഫാർമറിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹോസും വാഗണും ഗ്രെയിനും എല്ലാം തട്ടിയെടുത്തു അല്ലേ. അങ്ങനെ അത് കണ്ടിട്ട് കാർലയോട് വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ക്ലവറായിട്ടുള്ള കാർല പിറ്റേന്ന് മാർക്കറ്റിലോട്ട് പോയിട്ട് ഇതേ മെർച്ചൻറ്റിനെ കണ്ടുമുട്ടാണല്ലേ. അങ്ങനെ അതുപോലെ തന്നെ ഈ മെർച്ചൻ്റ് ഫാർമറിനോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെ കാർലയോടും ചോദിക്കുന്നു. അങ്ങനെ കാർല എത്ര തരും എന്ന് ചോദിച്ചതിന് 3 കോപ്പർ നാണയങ്ങൾ തരാമെന്ന് പറയുന്നുണ്ടല്ലേ. അങ്ങനെ എവറിത്തിങ് ഇൻ യുവർ ഹാൻഡ് എന്നവിടെയും പറയുന്നുണ്ടല്ലേ, കയ്യിലുള്ളതെല്ലാം തരണം എന്ന്. അങ്ങനെ കയ്യിലുള്ള 3 റിങ്സും കൂടെ കാണുമ്പോൾ അതും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഡീലാണെന്ന് പറയുമ്പോൾ ആ 3 റിങ്സും കൂടെ ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണുനീര് കാണുമ്പോൾ കാർലയ്ക്ക് മനസ്സിനൊരു വിഷമം തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ മറ്റൊരാളെ മനസ്സ് വേദനിപ്പിച്ചിട്ട് തനിക്കത് വേണ്ട എന്നുള്ളൊരു ചിന്ത മൂലം കാർല ആ 3 റിങ്സ് തിരിച്ച് അദ്ദേഹത്തിന് തന്നെ കൊടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് തന്നൊരു മെസ്സേജ്, ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്കൊരു മെസ്സേജ് തരുന്നില്ല. അപ്പോൾ ഈ ചാപ്റ്ററിൽ തരുന്നൊരു മെസ്സേജ് എന്താണ്, നമ്മൾ സത്യസന്ധമായിട്ട് വളർന്ന് വരാൻ പരിശ്രമിക്കണം അല്ലേ. ആരെയും വിഷമിപ്പിക്കാനോ ആരെയും ഉപദ്രവിക്കാനോ നമ്മൾ ശ്രമിക്കരുത്. അതുപോലെ തന്നെ പാരൻസിനെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് എപ്പോഴും കാർലയ്ക്ക് ഉണ്ടല്ലേ. അപ്പോൾ നമ്മളും അതുപോലെ തന്നെ പാരൻസിനൊക്കെ സഹായിച്ചിട്ട് വേണം വളർന്ന് വലുതാകാൻ വേണ്ടിയിട്ട്. ഒരു ഹെൽപ്പിംഗ് മൈൻഡിനോട് കൂടിയായിരിക്കും നമ്മൾ വളർന്ന് വരേണ്ടത് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാഠത്തിൻ്റെ മെസ്സേജ്. ചെറിയൊരു ചാപ്റ്ററാണ്, ഒരു 4 സീൻ വരുന്ന ചെറിയൊരു പ്ലേ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.